നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഭൂനിയമ ഭേദഗതിയുടെ ചട്ടരൂപീകരണം പൂർത്തിയായിട്ടുണ്ടെന്ന CPI ജില്ലാ നേതൃത്വം. നിയമവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രതിസന്ധികളും പരിഹരിക്കപ്പെടുന്നതോടെ ഉത്തരവിറങ്ങും. മുഖ്യമന്ത്രി ഇടുക്കിയിലെത്തുമ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. UDF നേതാക്കളുമായുള്ള ചർച്ച ആശാവഹമെന്ന PV അൻവർ. രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ മുന്നണി പ്രവേശനം അനിവാര്യമാണ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് പോലും സംശയമുണ്ട്. തൊമ്മൻകുത്തിൽ കുരിശ് നീക്കം ചെയ്ത സംഭവം BJPയെ പ്രീണിപ്പിക്കാനുള്ള പിണറായിയുടെ നീക്കമെന്നും PV അൻവർ. സമൂഹമാധ്യമത്തിൽ രാജ്യവിരുദ്ധ പോസ്റ്റിട്ട യുവാവിനെതിരായ പരാതിയിൽ മുട്ടം പോലീസ് കേസെടുത്തു. മുഹമ്മദ് സനൂഫ് എന്ന യുവാവ് രാജ്യവിരുദ്ധ കമന്റ് പോസ്റ്റ് ചെയ്തത് പഹൽഗാം ഭീകരവാദത്തെക്കുറിച്ച് സ്വകാര്യ മലയാളം ചാനൽ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി പരാതി നൽകിയത് തൊടുപുഴ DYSPക്ക്. മൂന്നാർ ഇരവികുളം ദേശീയോദ്യാനം സ്ഥാപിച്ച് 50 വർഷം തികയുന്നതിന്റെ ഭാഗമായി വിപുലമായ വരയാടുകളുടെ കണക്കെടുപ്പിന് തയ്യാറെടുത്ത വനം വകുപ്പ്. വരുന്ന 27-ാം തീയതി വരെ കേരളവും തമിഴ്നാടും സംയുക്തമായി വരയാടുകളുടെ കണക്കെടുപ്പ് നടത്തുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. വിശദമായ വാർത്തകളിലേക്ക്. ഭൂനിയമ ഭേദഗതിയുടെ ചട്ടരൂപീകരണം പൂർത്തിയായിട്ടുണ്ടെന്ന് CPI ജില്ലാ നേതൃത്വം. നിയമവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രതിസന്ധികളും പരിഹരിക്കപ്പെടുന്നതോടെ ഉത്തരവിറങ്ങും. മുഖ്യമന്ത്രി ഇടുക്കിയിലെത്തുമ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ പറഞ്ഞു. ഭൂനിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നതോടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് വലിയ തോതിൽ പരിഹാരമാകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. നിലവിൽ ചട്ടരൂപീകരണം നടന്നിട്ടുണ്ടെങ്കിലും അവസാന ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. നിയമവകുപ്പിൽ ഉയർന്ന ചില സംശയങ്ങളാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതും പരിഹരിച്ച് ഉടൻ ഉത്തരവ് ഇറങ്ങുമെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ പറഞ്ഞു. കൃഷിക്കാർക്ക് ഉപകാരപ്രദമാകുന്ന അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന നിയമം നടപ്പിലാക്കുവാൻ വേണ്ടി ഉത്തരവിടണമെന്നോ ഒപ്പിടണമെന്നോ MP ഉൾപ്പെടെയുള്ള UDFന്റെ നേതാക്കന്മാർ ഒരു ഘട്ടത്തിൽ പോലും സംസാരിച്ചതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പം നിയമം പാസ്സായി. അതിനോടനുബന്ധിച്ചുള്ള ചട്ടരൂപീകരണം ഞാൻ മനസ്സിലാക്കിയത്രയും മുഖ്യമന്ത്രി, അതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് മന്ത്രിയും എല്ലാ മേഖലയിലുമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ അടക്കം ചർച്ച ചെയ്ത് ആ ചട്ടരൂപീകരണ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ നിയമവകുപ്പിൻ്റെ ചില അഭിപ്രായങ്ങളൂടി കിട്ടാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ നിലവിൽ ഭൂനിയമവുമായി ബന്ധപ്പെട്ട ചട്ടരൂപീകരണം പൂർത്തിയായിട്ടുണ്ട്. നിയമവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങളിലുള്ള സംശയം അതും കൂടി ഇപ്പോൾ പരിഹരിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരവായി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും 4-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 28-ാം തീയതി എന്തായാലും നമ്മുടെ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്ത് തന്നെ വരുന്നുണ്ട്. കൃഷിക്കാരടക്കം എല്ലാ മേഖലയിലുമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന വേളയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അസന്നിഗ്ധമായിട്ടുള്ള ഒരഭിപ്രായം പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു കാര്യം പറയാം, CPI ആണ് ഭൂനിയമ ഭേദഗതിക്ക് വേണ്ടിയും ചട്ടരൂപീകരണത്തിന് വേണ്ടിയും നിലപാടെടുത്തിട്ടുള്ളത്. ആ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായമാണ്. അതിന് മുൻകൈ പ്രവർത്തനം നടത്തിയത് മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയില്ലെങ്കിലും CPIയുടെ നേതാവ് കൂടിയായിട്ടുള്ള റവന്യൂ വകുപ്പ് മന്ത്രി K. രാജന് മുൻതൂക്കമുള്ള അർഹതയുള്ള ഒരു കാര്യം കൂടിയാണ് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കുന്നത്. 28-ാം തീയതി മുഖ്യമന്ത്രി നെടുങ്കണ്ടത്ത് എത്തുന്നുണ്ട്. ആ വേദിയിൽ ഭൂവിഷയങ്ങളിൽ ശാശ്വത പരിഹാരം ഉറപ്പുവരുത്തുന്ന നിലപാട് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷ. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി K. രാജനും സംസ്ഥാന സർക്കാരും കൃത്യമായ ഇടപെടൽ നടത്തിയപ്പോൾ നിയമം വരാതിരിക്കാനാണ് കോൺഗ്രസും UDFും ശ്രമിച്ചതെന്നും CPI ജില്ലാ സെക്രട്ടറി കുറ്റപ്പെടുത്തി. UDF നേതാക്കളുമായുള്ള ചർച്ച ആശാവഹമെന്ന PV അൻവർ. രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ മുന്നണി പ്രവേശനം അനിവാര്യമാണ്. മുന്നണി പ്രവേശനത്തിന് ധൃതിയില്ല. പിണറായിസം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് പോലും സംശയമുണ്ട്. തൊമ്മൻകുത്തിൽ കുരിശ് നീക്കം ചെയ്ത സംഭവം BJPയെ പ്രീണിപ്പിക്കാനുള്ള പിണറായിയുടെ നീക്കമാണെന്നും PV അൻവർ PJ ജോസഫ് MLAയെ സന്ദർശിച്ച ശേഷം തൊടുപുഴയിൽ പറഞ്ഞു. മുന്നണി പ്രവേശനം മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയ ചർച്ചയുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് മുന്നണി ചർച്ചകൾ നടന്നു പോകുമ്പോൾ കോൺഗ്രസ് ലീഡർഷിപ്പുമായി സംസാരിച്ചു. അത് കഴിഞ്ഞ മുസ്ലിം ലീഗ് ലീഡർഷിപ്പുമായി ഇന്ന കാര്യത്ത് നമ്മൾ കണ്ടു. സ്വാഭാവികമായും മൂന്നാമത്തെ കാരണവരാണല്ലോ ജോസഫ് സാർ. അപ്പോൾ അത് കാണുക എന്നുള്ളത് നമ്മുടെ ഒരു മിനിമം മര്യാദയാണ്. ആ കാര്യങ്ങൾ അദ്ദേഹവുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു.
നമ്മളൊരു കോമൺ എന്താ പറയാ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പിണറായി സത്തെ അവസാനിപ്പിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാജിവെച്ച് രംഗത്തിറങ്ങുന്നത്. നിലമ്പൂരിൽ ആ ഒരു രാജി കൊണ്ട് ഇപ്പൊ ഒരു മൂന്നാമതും പിണറായി വരുന്നു എന്ന ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി വലിയ ശ്രമം CPM-ന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വസ്തുതയല്ല എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഞാൻ രാജിവെക്കുന്നത്. ഇപ്പൊ ഇവിടെ തൊട്ടടുത്ത് തന്നെ തൊമ്മൻകുത്ത്, എന്താണ് പേര്, തൊമ്മൻകുത്ത് കുരിശ് നാട്ടിയത് വലിയ വിഷയമല്ലേ? എങ്ങനെയാണ് ആ വാർത്തകൾ വായിച്ചാലും അവിടുത്തെ അച്ഛനുമായും ആളുകളുമായി ബന്ധപ്പെട്ടും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആധാരം പട്ടയമില്ലാത്ത എത്രയോ ഭൂമികളുണ്ട്. കേരളത്തിലെ ഭൂമിയുടെ ശതമാനം കണക്കാക്കുകയാണെങ്കിൽ ഒരു 30-35% ഭൂമിക്ക് ഇപ്പോഴും പട്ടയമായിട്ടില്ല, കൈവശമാണ് പലർക്കും. ഇപ്പോഴാണ് അതിന്റെ ഒരു സർവേ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സർവേ പൂർത്തിയായി 1-2 വർഷം കൊണ്ട് മാത്രമാണ് ഈ പ്രോസസ്സ് പൂർത്തിയാക്കപ്പെടുക. അങ്ങനെ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ കയ്യിലുള്ള ഒരു കൈവശ ഭൂമിയിൽ 4 സെന്റ് സ്ഥലം പള്ളിക്ക് വേണ്ടി കൊടുത്തു. അവിടെ ഒരു കുരിശ് സ്ഥാപിച്ചാൽ എന്താണ് പ്രശ്നം? ഒരാൾക്കും ഒരു ശല്യവും ഇല്ലാത്തൊരു പ്രദേശത്ത് ഒരു കോർണറിൽ ഒരു കുരിശ് നാട്ടിയാൽ എന്തിനും അത് എടുത്ത് കളയേണ്ട ഒരു വാശിയോട് കൂടി ചെയ്യുന്നത് പോലെ പല ഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇത് പൊതുവിലായിട്ട് ഇത് BJP-യെ സന്തോഷിപ്പിക്കാൻ ഇനി എന്തൊക്കെ മാർഗങ്ങളുണ്ടോ എന്നുള്ളത് വളരെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി. സമൂഹ മാധ്യമത്തിൽ രാജ്യവിരുദ്ധ പോസ്റ്റിട്ട യുവാവിനെതിരായ പരാതിയിൽ മുട്ടം പോലീസ് കേസെടുത്തു. പഹൽഗാം ഭീകരവാദത്തെക്കുറിച്ച് സ്വകാര്യ മലയാളം ചാനൽ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് താഴെയാണ് മുഹമ്മദ് സനൂഫ് എന്ന യുവാവ് രാജ്യവിരുദ്ധ കമന്റ് പോസ്റ്റ് ചെയ്തത്. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതിയാണ് തൊടുപുഴ DYSP-ക്ക് പരാതി നൽകിയത്. തൊടുപുഴ DYSP-ക്ക് ലഭിച്ച പരാതി പിന്നീട് മുട്ടം പോലീസിന് കൈമാറുകയായിരുന്നു. ഇതേ തുടർന്നാണ് മുട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായ രാമചന്ദ്രന്റെ മകൾ ന്യൂസ് ചാനലുകൾക്ക് മുന്നിൽ പങ്കുവച്ച അനുഭവം ചാനലിന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനു താഴെയാണ് മുഹമ്മദ് സനൂഫ് കമന്റ് പോസ്റ്റ് ചെയ്തത്. ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത്? നന്നായി. ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും. ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും. മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യക്കാരെ കാർക്കിച്ചു തുപ്പും. കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയാം. എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നുകയറി ഇന്ത്യൻ മുസ്ലിമിനെ സംരക്ഷിച്ച ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും. ഇങ്ങനെയാണ് യുവാവ് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടത്. അടിമുടി രാജ്യവിരുദ്ധമായ കമന്റിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിലും കൂട്ടക്കുരുതിയിലും പ്രതിഷേധിച്ച് സംഘപരിവാർ പ്രവർത്തകർ അടിമാലിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കാശ്മീരിലെ കൂട്ടക്കുരുതി അങ്ങേയറ്റം മനുഷ്യത്വരഹിതമെന്ന പ്രതിഷേധത്തിൽ സംസാരിച്ചവർ പറഞ്ഞു. പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ പാകിസ്ഥാൻ പതാക കത്തിച്ചു. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിലും കൂട്ടക്കുരുതിയിലും പ്രതിഷേധിച്ച് രാജ്യത്താകെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ചയായിട്ടായിരുന്നു സംഘപരിവാർ പ്രവർത്തകർ അടിമാലിയിലും പ്രതിഷേധത്തിന് രൂപം നൽകിയത്. പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തി. കാശ്മീരിലെ കൂട്ടക്കുരുതി അങ്ങേയറ്റം മനുഷ്യത്വരഹിതമെന്ന പ്രതിഷേധത്തിൽ സംസാരിച്ചവർ പറഞ്ഞു. ഭാരതത്തിന്റെ അഖണ്ഡതയെ വെല്ലുവിളിക്കുന്ന ഏതൊരു പ്രവൃത്തി അത് ഏത് വിദേശ ശക്തികളുടെ കയ്യിൽ എടുത്തു നിന്നായി കഴിഞ്ഞാൽ പോലും, ഏത് മത തീവ്രവാദികളുടെ കയ്യിൽ നിന്നായി പോയി കഴിഞ്ഞാലും അതിന് തക്കതായ മറുപടി നൽകാൻ കഴിയുന്ന ഒരു ഭരണ നേതൃത്വം ശ്രീമാൻ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഒരു ഭരണ സംവിധാനം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, തിരിച്ചടി കിട്ടിയിരിക്കും നിങ്ങൾക്ക്. പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ പാകിസ്ഥാൻ പതാക കത്തിച്ചു. ജില്ലാ കാര്യവാഹ് AV ബാബു, ഖണ്ഡ് സംഘ് ചാലക് MP ജയൻ, താലൂക്ക് കാര്യവാഹ് AP ശെൽവൻ, BMS മേഖലാ സെക്രട്ടറി സുഭാഷ്, മേഖലാ പ്രസിഡന്റ് ബിനീഷ്, സേവാഭാരതി സംഘടനാ സെക്രട്ടറി രാമചന്ദ്രൻ, B മനോജ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദീപം തെളിയിക്കുകയും ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. മിനി സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കിടയിലും സമാധാനവും ബഹുമാനവും പ്രോത്സാഹിപ്പിക്കുന്നതിന്
ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ഏതെങ്കിലും ഒരു ഭീകര സംഘടന ഒരു ആക്രമണം നടത്തിയാൽ തകരുന്നതല്ല ഇന്ത്യ രാജ്യവും രാജ്യത്തിന്റെയും മതേതരത്വവുമെന്ന് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും രക്തം വീണ ഭാരതമണ്ണിനെ അസ്ഥിരപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ലെന്നും EM അഗസ്തി കൂട്ടിച്ചേർത്തു. എന്നാണ് മഹാരാജാവ് അദ്ദേഹത്തിന്റെ പരിചാരകനോട് പറഞ്ഞത്. പക്ഷേ മഹാരാജാവ് ആഗ്രഹിച്ചതുപോലെ തന്നെ നേരം വിളിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ കരസേനാ വിഭാഗം ശ്രീനഗറിലെത്തുകയും അവിടെ നിന്ന് പാകിസ്ഥാൻ പരിശീലിപ്പിക്കപ്പെട്ട ഭീകര സംഘടനയെ തുരത്തി ഓടിക്കുകയും ചെയ്ത് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി നിലനിർത്തി. ആ കാശ്മീരിനെ കലാപഭൂമിയാക്കാനാണ്, ആ കാശ്മീരിനെ പാകിസ്ഥാനോട് ചേർക്കാനാണ് പാകിസ്ഥാൻ ദീർഘകാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ട് യുദ്ധങ്ങൾ 1965-ലെയും 1971-ലെയും രണ്ട് യുദ്ധങ്ങളിൽ നമുക്ക് നേരിടേണ്ടി വന്നത് എന്ന കാര്യം ചരിത്ര വസ്തുതയാണ്. 1964-ൽ യാതൊരു പ്രകോപനവുമില്ലാതെ കാശ്മീരത്തിലേക്ക് കടന്നു വന്ന പാകിസ്ഥാൻ പട്ടാളം കാശ്മീർ പിടിച്ചെടുക്കുകയെന്നാണ് ലക്ഷ്യമിടുന്നത്. പക്ഷേ 25 ദിവസത്തെ യുദ്ധം കൊണ്ട് പാകിസ്ഥാനെ തുരത്തി അവരെവിടെ ആരംഭിച്ചോ അവിടെ കൊണ്ടെത്തിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു. ലാൽ ബഹദൂർ ശാസ്ത്രി നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ ഗവൺമെന്റിന് കഴിഞ്ഞു എന്ന ചരിത്ര വസ്തുത നമ്മളെവരും അനുസ്മരിക്കുന്നുണ്ട്. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. KPCC സെക്രട്ടറി തോമസ് രാജൻ അനുശോചന സന്ദേശം നൽകി. ജോയി ആൻതോട്ടം, KA മാത്യു, സിബി പാർപ്പായി, ഷാജി വെള്ളമക്കൽ, AM സന്തോഷ്, ജോസ് ആനക്കല്ലിൽ, പ്രശാന്ത് രാജു, KS സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം നടന്നു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചപ്പാത്തിൽ വെച്ചാണ് പഹൽഗാമിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അനുസ്മരണ യോഗം ചേർന്നത്. KPCCയുടെ പ്രത്യേക ആഹ്വാനപ്രകാരം വിവിധ മേഖലകളിൽ അനുസ്മരണ യോഗം നടന്നുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ചപ്പാത്തിലും യോഗം സംഘടിപ്പിച്ചത്. തുടർന്ന് പ്രവർത്തകർ തിരികൾ കത്തിച്ച് ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. രാജ്യത്തിന്റെ അഖണ്ഡതയെയും അതുപോലെ ഐക്യത്തെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മളുടെ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ സാധാരണ ജനം എങ്ങനെ ജീവിക്കുമെന്നാണ് ഇവിടുത്തെ സാധാരണ പൗരന്മാർക്കറിയുന്നത്. ഒരു വശത്ത് വർഗീയ ശക്തികളും അതുപോലെ ഭരണത്തിൻ്റെ കാര്യക്ഷമതയില്ലായ്മയുമാണ് ഇത്തരത്തിലുള്ള വർഗീയ ശക്തികൾക്ക് നമ്മളുടെ രാജ്യത്ത് വളരാനുള്ള ഇടം നൽകിയിരിക്കുന്നത്. അതിനെതിരെ നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർ വെടിയേറ്റു വീഴുമ്പോൾ ആ കുടുംബത്തിന് നമ്മളുടെ രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടങ്ങളെ ഓർത്ത് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും വേദനയോടെയാണ് ഇന്ന് സംസ്ഥാനമൊട്ടാകെ അവരെ അനുസ്മരിക്കുന്നത്. നേതാക്കന്മാരായ രാജേന്ദ്രൻ മാരിയിൽ, ഷാജി പന്നിയാൻമാക്കൽ, രാജു ചെമ്പൻകുളം, അഷ്റഫ് അലി, സുഭാഷ് ചപ്പാത്ത് എന്നിവർ സംസാരിച്ചു. മൂന്നാർ ഇരവികുളം ദേശീയോദ്യാനം സ്ഥാപിച്ച് 50 വർഷം തികയുന്നതിന്റെ ഭാഗമായി വിപുലമായ വരയാടുകളുടെ കണക്കെടുപ്പിന് തയ്യാറെടുത്ത വനം വകുപ്പ്. വരുന്ന 27-ാം തീയതി വരെയാണ് കേരളവും തമിഴ്നാടും സംയുക്തമായി വരയാടുകളുടെ കണക്കെടുപ്പ് നടത്തുകയെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള സംരക്ഷിത വനമേഖലകൾക്ക് അകത്തും പുറത്തുമുള്ള വരയാടുകളുടെ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്ന മുഴുവൻ മേഖലകളിലും ഒരേ സമയം കണക്കെടുപ്പ് നടത്തുന്നതിനാണ് കേരളവും തമിഴ്നാടും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ 89 സെൻസസ് ബ്ലോക്കുകളിലും തമിഴ്നാട്ടിലെ 176 സെൻസസ് ബ്ലോക്കുകളിലും തുടർച്ചയായി 4 ദിവസം കണക്കെടുപ്പ് നടത്തും. കണക്കെടുപ്പിനായി ക്യാമറ ട്രാപ്പുകളും ഉപയോഗിക്കും. പരിചയസമ്പന്നരായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വന്യജീവി കണക്കെടുപ്പിൽ പ്രാവീണ്യമുള്ള വോളണ്ടിയർമാരും ഉൾപ്പെടെ 1300ഓളം പേരാണ് സെൻസസ് ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സെൻസസ് ടീം അംഗങ്ങൾ അതാത് ബ്ലോക്കുകളിൽ ക്യാമ്പ് ചെയ്ത് കണക്കെടുപ്പ് പൂർത്തീകരിക്കുമെന്നും വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വരയാടുകളുടെ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്ന മുഴുവൻ മേഖലകളിലും ഒരേ സമയം കണക്കെടുപ്പ് നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇരു സംസ്ഥാനങ്ങളിലെയും വനം വകുപ്പുകൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. പ്രകാരം കേരളത്തിലെ 89 സെൻസസ് ബ്ലോക്കുകളിലും തമിഴ്നാട്ടിലെ 176 സെൻസസ് ബ്ലോക്കുകളും തുടർച്ചയായി 4 ദിവസം കണക്കെടുപ്പ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി വരയാടുകളുടെ കണക്കെടുപ്പിൽ ക്യാമറ ട്രാപ്പുകൾ ഉപയോഗിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ വയനാട് വരെ വരയാടുകളുടെ സാന്നിധ്യമുള്ള 19 വനം ഡിവിഷനുകളാണ് ഉള്ളത്.
അവിടെയാണ് കണക്കെടുപ്പിനുള്ള 89 ബ്ലോക്കുകൾ കണ്ടെത്തിയിട്ടുള്ളത്. പരിചയസമ്പന്നരായ വനമുദ്യോഗസ്ഥരും വന്യജീവികളുടെ കണക്കെടുപ്പിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള വളണ്ടിയർമാരെയും ഉൾപ്പെടുത്തി 1300ഓളം വരുന്ന സെൻസസ് ടീമംഗങ്ങളാണ് വിപുലമായ ഈ കണക്കെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അറേബ്യയിലും ഹിമാലയത്തിലും പശ്ചിമഘട്ടത്തിലുമായി ലോകത്തിൽ തന്നെ ചുരുക്കം മേഖലകളിൽ മാത്രം കാണപ്പെടുന്ന നീലഗിരി ഥാർ എന്ന വരയാടുകളുടെ ഏറ്റവും ആരോഗ്യപൂർണമായ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്നത് മൂന്നാറിലെ ഇരവികുളം ദേശീയ ഉദ്യാനത്തിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഇവയുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് കൃത്യമായ കണക്കെടുപ്പ് നടത്തി സംരക്ഷണം ഉറപ്പാക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളിലേക്ക് സംസ്ഥാന വനംവകുപ്പ് നീങ്ങുന്നത്. വാഗമൺ പുള്ളിക്കാനത്ത് കോളേജ് ബസ് മറിഞ്ഞുണ്ടായ അപകട കാരണം പ്രദേശത്തെ കനത്ത മൂടൽമഞ്ഞെന്ന നിഗമനം. റോഡിലെ വളവിൽ നിയന്ത്രണ നഷ്ടമായ ബസ് 15 അടി താഴ്ചയിലേക്കാണ് പതിച്ചത്. ഇവിടെ മരങ്ങളിലും മറ്റുമായി ബസ് തട്ടി നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ബസ് ഡ്രൈവർ മൂലമറ്റം ഇടാട്ട് കാഞ്ഞിരക്കാട്ടുകുന്നയിൽ ജോസുകുട്ടിയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെന്നൈയിലെ ഡാനിഷ് അഹമ്മദ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും വാഗമണ്ണിൽ പുള്ളിക്കാനം DC എഞ്ചിനീയറിംഗ് കോളേജിലെത്തിയ വിദ്യാർത്ഥി സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. DC കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള ബസ്സാണ് ഇത്. ബസ്സിൽ ഡ്രൈവർ ഉൾപ്പെടെ 42 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ വാഗമണിലെത്തി സന്ദർശനം നടത്തി തിരികെ കോളേജിലേക്ക് മടങ്ങുന്ന സമയത്താണ് അപകടം ഉണ്ടായത്. അപകടം നടന്ന ഭാഗത്ത് വലിയ വളവുകളും ഇറക്കവുമാണ്. അപകടം നടന്ന സമയത്ത് മേഖലയിൽ കനത്ത മൂടൽമഞ്ഞ് ഉണ്ടായിരുന്നതായാണ് നിഗമനം. കൂടാതെ ശക്തമായ മഴയും പെയ്തിരുന്നു. പരിക്കേറ്റവരെയെല്ലാം മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനത്തിന്റെ ഡ്രൈവറെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ബസിന്റെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ഡ്രൈവർ. ഓടിക്കൂടിയ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത്. ബസ് അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് ഏകദേശം 50 അടി താഴ്ചയുള്ള കുഴിയുണ്ട്. നിയന്ത്രണ നഷ്ടമായ ബസ് റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിലും റോഡിന്റെ സംരക്ഷണ ഭിത്തിയിലും ഇടിച്ച ശേഷം 15 അടി താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. മരങ്ങളിൽ തട്ടി നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി. അടിമാലി ടൗൺ പരിസരത്ത് ഇടവഴിയിൽ മുഖംമൂടിധാരിയുടെ സാന്നിധ്യം ആളുകളിൽ ആശങ്ക ഉയർത്തുന്നു. വീടുകളുടെ സുരക്ഷാ ക്യാമറയിലാണ് രാത്രികാലത്ത് ഇടവഴിയിലൂടെ മുഖംമൂടിധാരിയായ അജ്ഞാതൻ നടന്നു നീങ്ങുന്ന ദൃശ്യം പതിഞ്ഞത്. സംഭവത്തിൽ ആശങ്ക അകറ്റണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. അടിമാലി ടൗൺ പരിസരത്ത് കോയിക്കക്കുടി ഭാഗത്താണ് ഇടവഴിയിൽ മുഖംമൂടിധാരിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. വീടുകൾക്ക് സമീപത്തെ ഇടവഴിയിലൂടെ അജ്ഞാതൻ നടന്നു നീങ്ങുന്ന ദൃശ്യമാണ് പ്രദേശത്തെ ഒരു സുരക്ഷാ ക്യാമറയിൽ പതിഞ്ഞത്. നിലവിൽ ഈ ഭാഗത്ത് മോഷണ സംഭവങ്ങൾ ഒന്നും നടന്നിട്ടില്ലെന്നാണ് വിവരം. വീടുകളുടെ കോമ്പൗണ്ടിനുള്ളിൽ കയറി ജനാലകളുടെ ഭാഗത്ത് ചുറ്റിത്തിരിഞ്ഞതായുള്ള പരാതിയുണ്ട്. പ്രദേശത്തെ വീടുകളിൽ ഒന്നിൽ വിരിച്ചിട്ടിരുന്ന വസ്ത്രങ്ങൾ മറ്റൊരു വീട്ടിൽ കണ്ടെത്തിയതോടെയാണ് പ്രദേശവാസികളിൽ സംശയം ജനിച്ചതും തുടർന്ന് CCTV ക്യാമറകൾ പരിശോധിച്ചതും. ഇതേ തുടർന്നാണ് അജ്ഞാതന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. സംഭവത്തിൽ ആശങ്ക അകറ്റണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടെ പോലീസും ഇക്കാര്യത്തിൽ ജാഗ്രത കടുപ്പിച്ചിട്ടുണ്ട്. അടിമാലിയിൽ ബാറിൽ വെച്ചുണ്ടായ കത്തിക്കുത്തിൽ 3 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതിയെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. അടിമാലി സ്വദേശി സനു എന്ന് വിളിക്കുന്ന സനിലിനെയാണ് പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു. ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക് ഏറ്റിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു അടിമാലി ടൗണിലെ ബാറിൽ വെച്ച് കത്തിക്കുത്തുണ്ടായത്. ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക് സംഭവിച്ചിരുന്നു. ഇതിൽ ഗുരുതര പരിക്ക് സംഭവിച്ച അടിമാലി ചാറ്റുപാറ സ്വദേശി ഹരിശ്രീയുടെ മൊഴിയുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് പ്രതിയായ സനുവിനെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ആക്രമണത്തിന് ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു. കത്തിക്കൊണ്ടുള്ള ആക്രമണത്തിൽ ഹരിശ്രീയുടെ കഴുത്തിന് ഗുരുതര പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇയാൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിയുടെ ഭാര്യ സഹോദരനാണ് കത്തിക്കുത്തിൽ പരിക്ക് സംഭവിച്ച ഒരാൾ. ഇയാളെ ലക്ഷ്യമിട്ടായിരുന്നു പ്രതി ആക്രമണത്തിന് എത്തിയതെന്നും ഇയാളെ ആക്രമിക്കുന്നതിനിടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് പരിക്ക് സംഭവിക്കുകയായിരുന്നുവെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ദീപ രാജ്കുമാർ തുടരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ്. പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുൻപിൽ വെച്ച രാജിക്കത്തിൽ ഒപ്പിടണമെന്ന നിയമം പാലിക്കാതെ വ്യാജ ഒപ്പിട്ട് തന്റെ രാജിക്കത്ത് നൽകിയതാണെന്ന ദീപയുടെ വാദം കമ്മീഷൻ ശരിവെച്ചാണ് ഇപ്പോഴത്തെ ഉത്തരവുണ്ടായിട്ടുള്ളത്. തന്റെ മുൻപിൽ വച്ചല്ല ഒപ്പിട്ടതെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ മൊഴി നൽകിയിരുന്നു. ഇക്കഴിഞ്ഞ 29-നാണ് കോൺഗ്രസ് ഭരിക്കുന്ന മൂന്നാർ പഞ്ചായത്തിലെ പ്രസിഡന്റ് ദീപ രാജ്കുമാർ സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കൊപ്പം എത്തിയാണ് രാജിക്കത്ത് കൈമാറിയത്. എന്നാൽ നേതാക്കൾ പോയ ശേഷം തന്നെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം ഒപ്പിടാൻ നേതാക്കൾ നിർബന്ധിച്ചെന്നും വഴങ്ങാതെ വന്നതോടെ വ്യാജ ഒപ്പിട്ട ശേഷം ബലമായി സെക്രട്ടറിയുടെ മുൻപിലെത്തിച്ച് കത്ത് കൈമാറിയെന്നും കാണിച്ചു ദീപ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഈ പരാതിയിലാണ് ദീപയ്ക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവുണ്ടായിട്ടുള്ളത്.
തന്റെ സമ്മതത്തോടെയല്ല രാജിക്കത്തിൽ ഒപ്പിട്ടതെന്ന വാദം ദീപ ആവർത്തിച്ചു. இனி போட சொல்லி அவங்க சொல்லி கம்பல் பண்ணாங்க. இனி போட சொல்லி இருக்க வச்சு நீ போட்டு கொடுக்கணும், இல்லை அடுத்து நாங்கள் மாற்றி கொடுக்கணும் நீங்கள் அப்படின்னு சொல்லி எனக்கு கம்பல் பண்ணி என்கிட்ட வாங்கினாங்க. இப்போ எலெக்ஷன் கமிஷன் தீர்மானம் சந்தோஷமானோ? சந்தோஷம். என்னோட உரிமையை நான் பார்ட்டியில் கேட்டேன். நான் எப்பவுமே நான் காங்கிரஸ்காரி தான். நான் காங்கிரஸில் தான் இப்பவும் காங்கிரஸாக இருக்கேன். எந்த பார்ட்டிக்கும் நான் போகலை. என்னோட உரிமையை நான் எனக்கு 1க்கு 2 ட்ரிப்பு எனக்கு கட்சி சீட்டு கொடுத்துருக்கு. நான் கை சின்னத்தில் நின்று நான் ஜெயிச்சிருக்கேன். இனி நான் காங்கிரஸில் தான் இருப்பேன். காங்கிரஸ் பார்ட்டிக்கு எதிராக நான் எதுக்குமே போக மாட்டேன். நான் எலெக்ஷன் கமிஷனுக்கு என்னோட உரிமையை தான் கேட்டேன். அவங்க கொடுத்தது எனக்கு சந்தோஷம். എന്നാൽ ഇക്കാര്യത്തിൽ ദീപയുടെ വാദം തെറ്റാണെന്നും തുടർ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നും കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. 4/25 രാജി കത്ത് നൽകിയെന്ന് പറയപ്പെടുമ്പോൾ ആ സമയത്ത് അവിടെ വെച്ച് ഞങ്ങൾ പൂട്ടിയിട്ട മുറിക്കകത്താണെങ്കിൽ ഒരു വനിതയായ പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പോൾ പ്രശ്നമുണ്ടാക്കാം, ബഹളമുണ്ടാക്കാം, അവിടെ CCTV ക്യാമറ എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. എന്നാൽ 6 മണിക്ക് ശേഷം അവരാരോടൊപ്പം ചെന്നാണ് ഈ കത്ത് കൊടുത്തെന്നുള്ളത് വായിച്ചു നോക്കിയാൽ ഇടതുപക്ഷത്തെ CPIയുടെ 2 പഞ്ചായത്ത് മെമ്പർമാരുടെ ഒപ്പമാണ് അവർ ചെന്ന് രണ്ടാമത് എന്നെ ഭീഷണിപ്പെടുത്തിയാണ് കത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് നമുക്ക് ഏകദേശ കാര്യങ്ങൾ മനസ്സിലാകാം. അതുകൊണ്ട് കോൺഗ്രസ് അത്തരത്തിൽ കൂട്ടിയിട്ട് ഒപ്പുമേടിക്കുന്ന പാരമ്പര്യമല്ല, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അവർ സ്വമേധയാ ഒപ്പിട്ടതിന് ശേഷം വീണ്ടും സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും മാത്രം അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു സംഗതിയാണ് ഇതെന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അവർക്കെതിരെയും നമ്മൾ നിയമ നടപടിയായി മുമ്പോട്ട് പോകും. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കെ പ്രസിഡന്റ് സ്ഥാനം മറ്റൊരു വനിതയ്ക്ക് നൽകുന്നതിനാണ് കോൺഗ്രസ് നേതൃത്വം ദീപയുടെ രാജി ആവശ്യപ്പെട്ടത്. പ്രത്യേക കാരണമൊന്നുമില്ലാതെ ഇഷ്ടക്കാർക്ക് സ്ഥാനം നൽകാനായി തിടുക്കപ്പെട്ട ദീപയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനെതിരെ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിനും എതിർപ്പുണ്ടെന്നാണ് വിവരം. മൂന്നാറിൽ കോൺഗ്രസിനുള്ളിലെ സംഘടനാ പ്രശ്നം പഠിക്കാൻ 3-അംഗ സമിതിയെയും DCC പ്രസിഡന്റ് നിയോഗിച്ചു. കട്ടപ്പന അമ്പലക്കവല റോഡിൽ മാർത്താസ് കോൺവെന്റിന് സമീപം ബൈക്കും കാറും തമ്മിൽ കൂട്ടിയിടിച്ചു അപകടം. ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന വെള്ളയാങ്കുടി സ്വദേശികളായ 2 പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കട്ടപ്പനയിൽ നിന്നും കുന്തളംപാറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ വള്ളക്കടവിൽ നിന്ന് കട്ടപ്പനയിലേക്ക് വന്ന ബൈക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിക്കുകയായിരുന്നു. ബൈക്കിന്റെ മുൻഭാഗം തകരുകയും കാറിന്റെ ബമ്പറിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് തന്നെ 3 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായതായി നാട്ടുകാർ പറഞ്ഞു. ഈ വളവില് സ്ഥിരം ഇവിടെ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. കാരണം കരോട്ടെന്ന് ഇറക്കമിറങ്ങി വരുന്ന വണ്ടി ഇവിടുന്ന് ബൈപ്പാസിലൂടെ പാറക്കടവിന് പോകുന്ന വണ്ടിയൊക്കെ തിരിയുന്നത് വളരെ എന്തെങ്കിലും ചെറിയൊരു അശ്രദ്ധ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ 3 വണ്ടി ഒന്നിച്ച് ഇടിച്ച് 3 വണ്ടിക്കും പരിക്ക് ഏറ്റി. 3 വണ്ടിയും പിന്നെ അത് പണിത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞത് തീർത്തു. ഇപ്പം തന്നെ ഇവിടെ ഒരു ബൈക്കും കാറുമായിട്ട് കൂട്ടിയിടിച്ച് വളരെ അശ്രദ്ധമായിട്ട് വരുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ കാര്യമായ ഒരു മുൻകരുതൽ ഈ വളവിൽ നമ്മുടെ ഈ ബൈപ്പാസ് റോഡ് അങ്ങോട്ട് പോകുന്നതും ആനവിലാസ് റോഡും ഒക്കെ ആയിട്ട് പോകുന്നതിന് കാര്യമായ ഒരു സൂചനാപൂർവ്വ കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ ഒരുപാട് അപര്യാപ്തതയുണ്ട്. അധികാരികളുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ശ്രദ്ധ ഇതിന് കൊടുക്കണമെന്നാണ് നമുക്ക് പറയാൻ. പതിവായി അപകടങ്ങൾ സംഭവിക്കുന്നവിടെ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. അപകടത്തിൽ ബൈക്ക് യാത്രികരായ വെള്ളിയാങ്കുടി സ്വദേശികൾക്ക് നിസ്സാര പരിക്കേറ്റു. മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഒഴിയുന്നില്ല. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഈ മേഖലയിൽ കാട്ടുപോത്ത് എത്തുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കാട്ടുപോത്തിനെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം. ഇടയ്ക്കിടെ ജനവാസ മേഖലയിലേക്ക് കാട്ടുപോത്തെത്തുന്നതോടെ ആശങ്കയിലാണ് മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിലെ കുടുംബങ്ങൾ. പകൽ വീണ്ടും പ്രദേശത്ത് കാട്ടുപോത്തിറങ്ങി. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം അടിക്കടി ഉണ്ടാകുന്നത് ഈ ഭാഗത്തെ താമസക്കാരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപോത്ത് ആക്രമണത്തിന് മുതിർന്നാൽ അത് വലിയ അപകടത്തിനിടവരുത്തും. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ എത്തുന്നുവെങ്കിലും പരാക്രമങ്ങൾക്ക് മുതിരാത്തതാണ് ആളുകളുടെ ആശ്വാസം. തൊഴിൽ സമയത്തോ അല്ലാതെയോ അപ്രതീക്ഷിതമായി കാട്ടുപോത്തിന്റെ മുമ്പിൽ പെടുമോ എന്ന പേടി ആളുകൾക്കുണ്ട്. രാത്രികാലത്തും ആളുകൾ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത്. കട്ടപ്പന എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രാജാക്കാട് ശാഖ 27 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. സൊസൈറ്റിയുടെ 3ാമത്തെ ബ്രാഞ്ചാണ് രാജാക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2019 രാജാക്കാട് ആരംഭിച്ച എക്സ്റ്റൻഷൻ കൗണ്ടറാണ് ഇപ്പോൾ ബ്രാഞ്ചായി ഉയർത്തുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും.
സൊസൈറ്റി പ്രസിഡന്റ് ജോർജ് കുട്ടി MV അധ്യക്ഷത വഹിക്കും. MM മണി MLA മുഖ്യപ്രഭാഷണവും ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ പ്രഥമ നിക്ഷേപ സ്വീകരണവും സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ റൈനു തോമസ് ഗോൾഡ് ലോൺ വിതരണ ഉദ്ഘാടനവും സൊസൈറ്റി മുൻ പ്രസിഡന്റ് VD എബ്രഹാം വായ്പാ വിതരണ ഉദ്ഘാടനവും നിർവഹിക്കും. കഴിഞ്ഞ 56 വർഷക്കാലമായി കട്ടപ്പന ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ടീച്ചേഴ്സ് സൊസൈറ്റിയുടെ 3ാമത് ബ്രാഞ്ച് രാജാക്കാട് ആരംഭിക്കുകയാണ്. ഏപ്രിൽ മാസം 27-ാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. തദവസരത്തില് ഉടുമ്പൻചോല MLA ശ്രീ MM മണി മുഖ്യ പ്രഭാഷണം നടത്തുന്നതും ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതുമാണ്. അതുപോലെ തന്നെ ആ സമ്മേളനത്തിൽ വെച്ച് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഉഷാകുമാരി MD പ്രഥമ നിക്ഷേപ സ്വീകരണവും ബഹുമാനപ്പെട്ട സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ഇടുക്കി ശ്രീ റൈനു തോമസ് ഗോൾഡ് ലോണിന്റെ വിതരണ ഉദ്ഘാടനവും നിർവഹിക്കുന്നതാണ്. ഒപ്പം ടീച്ചേഴ്സ് സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ VD എബ്രഹാം വായ്പാ വിതരണ ഉദ്ഘാടനവും നിർവഹിക്കും. കഴിഞ്ഞ 56 വർഷക്കാലമായിട്ട് ഹൈറേഞ്ച് മേഖലയിലുള്ള അധ്യാപക അനധ്യാപകരുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിച്ചു വരുന്ന ടീച്ചേഴ്സ് സൊസൈറ്റി അതിന്റെ 3ാമത് ശാഖയാണ് രാജാക്കാട് ഇപ്പോൾ ആരംഭിക്കുന്നത്. A-B ക്ലാസുകളിലായി 7500 അംഗങ്ങളാണ് സൊസൈറ്റിയിലുള്ളത്. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഷാൻഡി തോമസ്, ഡെപ്യൂട്ടി രജിസ്ട്രാർ ശ്രീലേഖ K, രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങിണി രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ MV ജോർജ് കുട്ടി, ദീപു ജേക്കബ്, ഷെർലി K പോൾ, എബ്രഹാം ഡൊമിനിക്, ഹണിമോൾ സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ പഠനോത്സവം 2025 കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷനും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തിന്റെ കമ്മ്യൂണിറ്റി തല പരിപാടികളുടെ ഭാഗമായി ജൈവ വൈവിധ്യത്തെക്കുറിച്ചും അതിന്റെ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനായി 7, 8, 9 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് പഠനോത്സവ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഈ വർഷത്തെ നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ പഠനോത്സവം മെയ് 16, 17, 18 തീയതികളിലാണ് നടക്കുന്നത്. അടിമാലി നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രം, മൂന്നാർ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കോർപ്പറേഷൻ ബ്ലോക്ക് തലങ്ങളിലും തുടർന്ന് ജില്ലാ തലങ്ങളിലും നടത്തുന്ന ക്വിസ് മത്സരത്തിൽ വിജയിച്ചു വരുന്നവർക്കാണ് സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിക്കുക. ഇതിന്റെ ഭാഗമായിട്ടുള്ള ബ്ലോക്ക് തല ക്വിസ് മത്സരമാണ് കട്ടപ്പന നഗരസഭാ ഓഡിറ്റോറിയത്തിൽ നടന്നത്. പരിപാടിയുടെ സമ്മാനദാനം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി നിർവഹിച്ചു. ഇതിന്റെ സംസ്ഥാനതല മത്സരം നമ്മുടെ ജില്ലയിൽ വെച്ച് തന്നെ നടക്കുന്നു എന്നുള്ളത് തന്നെ നമുക്കേറെ സന്തോഷം നൽകുന്ന കാര്യം. ഇവിടെ നിന്ന് മത്സരത്തിൽ 4 കുട്ടികൾക്കാണ് ജില്ലയിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. ആ 4 കുട്ടികൾ ജില്ലയിൽ വിജയിച്ചാൽ അവർക്ക് സ്റ്റേറ്റിലെ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയും. മത്സരത്തിൽ വിദ്യാർത്ഥികളായ ഹൃദ്യ വിനോ 1ാം സ്ഥാനവും അമൃത ബിജു 2ാം സ്ഥാനവും ദൃശ്യ പ്രകാശ് 3ാം സ്ഥാനവും ആർദ്രമോൾ 4ാം സ്ഥാനവും നേടി. ജില്ലാതല മത്സരത്തിലേക്ക് ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടു. നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു അധ്യക്ഷനായിരുന്നു. അധ്യാപിക സിനി മാത്യു ക്വിസ് മത്സരം നിയന്ത്രിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ അജയ് P. കൃഷ്ണ പഠന കേന്ദ്രത്തെക്കുറിച്ചുള്ള ആമുഖ വിശദീകരണം നൽകി. നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രശാന്ത്, KSW MP പ്രതിനിധി ജെറിൻ മാത്യു, ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ പ്രവീണ, ഹരിത കേരള മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ എബി വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വം ഇടുക്കിയുടെ ജില്ലാ ഘടക രൂപീകരണവും ഉദ്ഘാടനവും കട്ടപ്പനയിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് മോഹൻകുമാർ G ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാർ സാമൂഹികക്ഷേമ, സാമൂഹ്യനീതി, വനിതാ ശിശുവികസന വകുപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ സംഘടനയാണ് സ്വം. അംഗങ്ങളുടെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനവുമാണ് സംഘടനയുടെ ലക്ഷ്യം. സ്വമിന്റെ ഇടുക്കി ജില്ലാ ഘടക രൂപീകരണവും ഉദ്ഘാടനവുമാണ് കട്ടപ്പനയിൽ നടന്നത്. സ്വം സംസ്ഥാന പ്രസിഡന്റ് മോഹൻകുമാർ G ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ
പങ്കെടുത്തിട്ടുള്ള ഇടുക്കി ജില്ലയിലെയും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെയും പ്രവർത്തകരെ ആദ്യം അഭിവാദ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു കൂട്ടായ്മ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ അംഗങ്ങൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനത്തിൻ്റെ തുടക്കമാകട്ടെ ഇന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായി പറയാം. AM മോഹൻദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വാസുദേവൻ തിരുമേനി, ട്രഷറർ പ്രതാപചന്ദ്രൻ, NK മോഹനൻ, SR പുഷ്പരാജൻ, സോജൻ ജേക്കബ് എന്നിവർ സംസാരിച്ചു. സോം ഇടുക്കി ജില്ലാ പ്രസിഡന്റായി NK മോഹനൻ, സെക്രട്ടറിയായി PK രമ, ട്രഷററായി MM മോഹൻദാസ് എന്നിവരെ തെരഞ്ഞെടുത്തു. പഴയരിക്കണ്ടം ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ ദേശോത്സവം 2025നോടനുബന്ധിച്ച് പകൽപൂര ഘോഷയാത്ര നടത്തി. നൂറുകണക്കിന് ഗുരുദേവ ഭക്തർ പങ്കെടുത്ത പരിപാടിക്ക് ശാഖാ പ്രസിഡന്റ് ജയൻ കൊല്ലംപറമ്പിൽ നേതൃത്വം നൽകി. പ്രഭാ സ്വീറ്റിൽ നിന്ന് ആരംഭിച്ച പകൽപൂര ഘോഷയാത്ര കുടുക്കാക്കണ്ടം ചുറ്റി ക്ഷേത്രസന്നിധിയിൽ സമാപിച്ചു. നിശ്ചല ദൃശ്യങ്ങൾ, കരകമയൂര നൃത്തം, കാവടിയാട്ടം, ചെണ്ടമേളം, കാളിയാട്ടം, നാഗനൃത്തം, ശ്രീരാമ പട്ടാഭിഷേകം എന്നിവയുടെ അകമ്പടിയോടെ നടന്ന പകൽപൂര ഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ, യൂണിയൻ കൺവീനർ PT ഷിബു, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷാ മോഹനൻ, ശാഖായോഗം പ്രസിഡന്റ് ജയൻ കൊല്ലംപറമ്പിൽ, ഉഷാ സാബു, ഷീന അജി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ദീപാരാധനയ്ക്കും അത്താഴപൂജയ്ക്കും ആറാട്ടിനും ശേഷം ദേശോത്സവത്തിന് കൊടിയിറങ്ങി. കൊച്ചിൻ തരംഗ് ബീച്ചിന്റെ ഗാനമേളയും വേദിയിൽ അരങ്ങേറി. കീർത്തോട് ശിവപാർവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടന്നു. ക്ഷേത്ര മേൽശാന്തി സനീഷ് മുരളീധരൻ ശാന്തികൾ പൊങ്കാല മഹോത്സവത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പടിൽ മുഖ്യാതിഥിയായിരുന്നു. കീരിത്തോട് ശിവപാർവതി ക്ഷേത്രത്തിലെ 3ാം തിരുവുത്സവത്തോടനുബന്ധിച്ചാണ് പൊങ്കാല മഹോത്സവം നടന്നത്. നൂറുകണക്കിന് സ്ത്രീകൾ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്തു. രാവിലെ 9 മണിക്ക് ക്ഷേത്ര മേൽശാന്തി സനീഷ് മുരളീധരൻ ശാന്തികൾ ഭണ്ഡാരയടുപ്പിൽ അഗ്നി പകർന്നതോടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ SNDP കീരിത്തോട് ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് കടമനത്ത് അധ്യക്ഷനായിരുന്നു. SNDP ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് പൊങ്കാല സന്ദേശം നൽകി. ഭക്തന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും സായുജ്യത്തിന്റെയും ഒക്കെ അടയാളമാണ് പൊങ്കാല. പൊങ്കാല കുടങ്ങൾ നിറഞ്ഞു കഴിയുമ്പോൾ ഒരു വർഷത്തെ മുഴുവൻ പുണ്യവും പ്രാർത്ഥനയും ആഗ്രഹവുമെല്ലാം സാധിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ നാടിന്റെ പരദേവതകളായി കുടികൊള്ളുന്ന പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം എവർക്കും ഉണ്ടാകട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായി കീരിത്തോട് യൂണിറ്റ് പ്രസിഡന്റ് MC ബിജോ, CD ജോൺസൺ, നിഖിൽ പുഷ്പരാജ്, ജ്യോതിഷ് കുടിക്കയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് മൂവ്മെന്റ്, വനിതാ സംഘം ഭാരവാഹികൾ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന ടൗൺ ഭാഗത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷം. കലുങ്ക് നിർമ്മാണത്തിനായി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിക്കാനോ വേഗത്തിലാക്കാനോ കരാറുകാർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. മതിയായ വീതിയില്ലാത്ത ചപ്പാത്ത് ടൗണിൽ കലുങ്ക് നിർമ്മാണം ആരംഭിച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടു. കലുങ്കിന്റെ ഒരു ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും മറുഭാഗം പൊളിച്ചിട്ടിട്ട് ദിവസങ്ങൾ കഴിയുകയാണ്. എന്നാൽ പൊളിച്ച ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാത്തതിനാൽ ടൗണിൽ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജെയിംസ് കാപ്പൻ പറഞ്ഞു. ഇത് നമ്മുടെ മലയോര ഹൈവേയുടെ ഭാഗമായിട്ടുള്ള ചപ്പാത്തിലെ ഒരു ഓട അല്ലെങ്കിൽ പാലം നിർമ്മിക്കുന്നതാണ്. യാതൊരുവിധ അടിസ്ഥാനപരമായുള്ള കാര്യങ്ങളും നീക്കാതെ വളരെ വീതി കുറഞ്ഞ ഏരിയയിൽ ഏകദേശം 90% ഭാഗം ഇടിച്ചിട്ടിട്ടാണ് ഇവിടെ റോഡ് പണി നടക്കുന്നത്. സന്ധ്യാകാലങ്ങളിലും അതുപോലെ പകലുമൊക്കെ ആണെങ്കിൽ പോലും ഇവിടെ ഗതാഗതം എല്ലാ സമയവും ബ്ലോക്കാണ്. എത്രയും പെട്ടെന്ന് ഇതിന് അധികാരികൾ ശ്രദ്ധിച്ച് ഇത് പൂർത്തീകരിച്ചില്ല എങ്കിൽ അയ്യപ്പൻകോവിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രതിഷേധം ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഉപരോധിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് മണ്ഡലം കമ്മിറ്റി അയ്യപ്പൻകോവിൽ അറിയിക്കുകയാണ്.
കലിങ്ക് പൊളിച്ചിട്ടതല്ലാതെ ഇവിടെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതുവരെ നടത്തിയിട്ടില്ല. അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച ഇവിടുത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കുമളി സ്പൈസ് മോർ ട്രേഡിംഗ് കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 203, വിൽപ്പനയ്ക്ക് വന്നത് 54,446, വിൽപ്പന നടന്നത് 51,928, കൂടിയ വില 3,046, ശരാശരി വില 2,483. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 705 രൂപ, ഏലം കൂടിയ വില 2,500, ഏലം ശരാശരി വില 2,300. കാപ്പിപ്പരിപ്പ് 430, ഗ്രാമ്പു 750, കൊക്കോ 80, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,005 രൂപ, വെള്ളി 110. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഭൂനിയമ ഭേദഗതിയുടെ ചട്ടരൂപീകരണം പൂർത്തിയായിട്ടുണ്ടെന്ന CPI ജില്ലാ നേതൃത്വം. നിയമവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രതിസന്ധികളും പരിഹരിക്കപ്പെടുന്നതോടെ ഉത്തരവിറങ്ങും. മുഖ്യമന്ത്രി ഇടുക്കിയിലെത്തുമ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ. UDF നേതാക്കളുമായുള്ള ചർച്ച ആശാവഹമെന്ന PV അൻവർ. രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ മുന്നണി പ്രവേശനം അനിവാര്യമാണ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് പോലും സംശയമുണ്ട്. തൊമ്മൻകുത്തിൽ കുരിശ് നീക്കം ചെയ്ത സംഭവം BJPയെ പ്രീണിപ്പിക്കാനുള്ള പിണറായിയുടെ നീക്കമെന്നും PV അൻവർ. സമൂഹമാധ്യമത്തിൽ രാജ്യവിരുദ്ധ പോസ്റ്റിട്ട യുവാവിനെതിരായ പരാതിയിൽ മുട്ടം പോലീസ് കേസെടുത്തു. മുഹമ്മദ് സനൂഫ് എന്ന യുവാവ് രാജ്യവിരുദ്ധ കമന്റ് പോസ്റ്റ് ചെയ്തത് പഹൽഗാം ഭീകരവാദത്തെക്കുറിച്ച് സ്വകാര്യ മലയാളം ചാനൽ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി പരാതി നൽകിയത് തൊടുപുഴ DYSPക്ക്. മൂന്നാർ ഇരവികുളം ദേശീയോദ്യാനം സ്ഥാപിച്ച് 50 വർഷം തികയുന്നതിന്റെ ഭാഗമായി വിപുലമായ വരയാടുകളുടെ കണക്കെടുപ്പിന് തയ്യാറെടുത്ത വനം വകുപ്പ്. വരുന്ന 27-ാം തീയതി വരെ കേരളവും തമിഴ്നാടും സംയുക്തമായി വരയാടുകളുടെ കണക്കെടുപ്പ് നടത്തുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.